വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ബോട്ടണിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. ഇതെന്തായാലും നിങ്ങൾ പഠിക്കണം. ഒരു 90% ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആദ്യത്തെ പോയിൻ്റ് സീനോഗമിയാണ്. സീനോഗമി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഫ്രം ദ ആന്തർ ഓഫ് വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് ഫ്ലവർ ഓൺ എ ഡിഫറെൻറ്റ് പ്ലാന്റ് ഓഫ് ദ സെയിം സ്പീഷീസ് ആണ്. അപ്പോൾ ഒരേ സ്പീഷീസിലെ ഡിഫറെൻറ്റ് പ്ലാന്റ്, നിങ്ങളിപ്പോൾ സെയിം സ്പീഷീസ് എന്ന് എഴുതിയിട്ടില്ലെങ്കിലും ഡിഫറെൻറ്റ് പ്ലാന്റിലെ ഫ്ലവേഴ്സ് തമ്മിലുള്ള പോളിനേഷൻ, അതാണ് എന്ത് സീനോഗമി എന്ന് ഉദ്ദേശിക്കുന്നത്. ഡൈക്കോഗമി എന്ന് പറയുന്നത് എന്താണ്? ഡൈക്കോഗമി എന്ന് പറയുന്നത് മെച്ചുറേഷൻ ഓഫ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഇൻ ദ സെയിം ഫ്ലവറിൽ ഡിഫറെൻറ്റ് ടൈംസിലായിട്ട് എന്തുണ്ടാവുന്നു? ആന്തറും സ്റ്റിഗ്മയുടെയും മെച്ചുറേഷൻ നടക്കുക. അതിനാണ് ഡൈക്കോഗമി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി നോക്കൂ, ഈ പറഞ്ഞ രണ്ട് പോയിന്റുകൾ സീനോഗമി, ഡൈക്കോഗമി എന്ന് പറയുന്നത് ക്രോസ് പോളിനേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന രണ്ട് ടേംസ് ആണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ സീനോഗമി അല്ലെങ്കിൽ ഡൈക്കോഗമി എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് വേരിയേഷനെ? ജനറ്റിക് വേരിയേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെ എഴുതാം? ദേ പ്രൊമോട്ട് ക്രോസ് പോളിനേഷൻ ആൻഡ് പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ റിസൾട്ടിങ് ഇൻ ജനറ്റിക് കോമ്പിനേഷൻ ആൻഡ് ജനറ്റിക് വേരിയേഷൻ എമംഗ് ഓഫ് സ്പ്രിങ്സ്. ഇവിടെ ക്രോസ് പോളിനേഷനാണ് അവിടെ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലേ. സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിലൂടെ ക്രോസ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് അവർ ആ ജനറ്റിക് വേരിയേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. വേറൊരു പോയിൻ്റ് എന്താ നോക്കിയേ, അനദർ നെയിം ഓഫ് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ്, പിന്നെ ഒവ്യൂള്. ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിൻ്റെ വേറൊരു പേരെന്താ? നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്. എന്താണ് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിൻ്റെ വേറെ പേര്? എംബ്രിയോ സാക്കാണ് അല്ലേ. അപ്പോൾ ഒവ്യൂളിൻ്റെ എന്തായിരിക്കും? മെഗാസ്പൊറാഞ്ചിയാണ്. അപ്പോൾ അങ്ങനെ വേറെ പേരുകളുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി ആണ്. സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ പോളൻ ജെർമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യുക, പോളൻ ഗ്രോത്ത്, പോളൻ ട്യൂബിൻ്റെ ഗ്രോത്തിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് ആണ്. അത് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് എന്ത്? സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യും? ജനറ്റിക് മെക്കാനിസം ദാറ്റ് പ്രിവെൻറ്റ്സ് പോളൻ ജെർമിനേഷൻ ഓർ പോളൻ ട്യൂബ് ഗ്രോത്ത് on the stigma or style of the same or genetically incompatible plant, thereby preventing self-fertilization. അപ്പോൾ സെൽഫ് ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് ഇത് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. അപ്പോൾ ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണം. പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു 3-4 പോയിന്റ് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് നോക്കി വെക്കണം. പിന്നെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷനിലല്ല ബയോടെക്നോളജി ഒരു പ്രിൻസിപ്പിൾസിൽ വരുന്ന ഒരു ടേമാണ് സ്റ്റിക്കി എൻസ് എന്ന് പറയുന്നത്. ഓർക്കുന്നുണ്ടോ സ്റ്റിക്കി എൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിക്കി എൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റിക്കി എൻസ് ദേ ആർ സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഓവർഹാങ്ങിങ് എൻസ് ഓഫ് DNA പ്രൊഡ്യൂസ്ഡ് പിന്നെ റെസ്ട്രിക്ഷൻ എൻസൈം കട്ട്സ് DNA അറ്റ് സ്പെസിഫിക് റെക്കഗ്നിഷൻ സൈറ്റാണ് അല്ലേ. ഒരു പെർട്ടിക്കുലർ റെക്കഗ്നിഷൻ സൈറ്റിൽ DNA കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഓവർഹാങ്ങിങ് എൻസാണ് ഇത് ഈ സ്റ്റിക്കി എൻസ് എന്ന് പറയും, സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ സ്റ്റിക്കി എൻസിൻ്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇത് മാത്രമല്ല അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോംപ്ലിമെൻ്ററി സ്റ്റിക്കി എൻസായിട്ട് ബേസ് പെയർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ DNA ഫ്രാഗ്മെൻറ്റ്സ് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിക്കി എൻസ് എന്താണെന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടോ? സപ്പോസ് DNA സാമ്പിൾ കണ്ടെയ്ൻസ് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് 300 ബേസ് പെയർ, 900 ബേസ് പെയർ, 3000 ബേസ് പെയർ, 1500 ബേസ് പെയർ. വിച്ച് ഫ്രാഗ്മെൻറ്റ് മൂവ്സ് ഫാസ്റ്റസ്റ്റ് ഡ്യൂറിങ് അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ബൈ? അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രാഗ്മെൻറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ എന്തായിരുന്നു ചോദ്യം? എന്തായിരുന്നു? ഏത് ഫ്രാഗ്മെൻ്റ് ആണ് അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസിൻ്റെ സമയത്ത് ഫാസ്റ്റസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദ്യം. വൈ എന്നും ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം DNA എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് മൂവ്സ് ടുവേർഡ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലേ. അപ്പോൾ ഇൻ അഗാരോസ് ജെൽ എന്താണ്? സ്മോളർ DNA ഫ്രാഗ്മെൻറ്റ്സ് പാസ് ത്രൂ ദ പോസ് മോർ ഈസിലി ആണല്ലോ. കാരണം എന്താ? അവൾ വളരെ സ്മോളർ ആയത് കാരണം വളരെ പെട്ടെന്ന് അവർക്ക് ആ പോസിലൂടെ പാസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ആൻഡ് ദെർഫോർ മൈഗ്രേറ്റ് ഫാസ്റ്റർ ആൻഡ് ഫാർദർ ദാൻ ലാർജർ ഫ്രാഗ്മെൻറ്റ്സിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റായിട്ട് വളരെ ദൂരത്തേക്ക് അവർക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ ഏത് ഫ്രാഗ്മെൻ്റ് ആണ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? ഏറ്റവും സ്മോളർ ആയിട്ടുള്ള ഫ്രാഗ്മെൻറ്റ് 300 ബേസ് പെയർ ആണ് ഉത്തരം അല്ലേ. അടുത്ത ചോദ്യം എന്താണ്? വാട്ട് അബൌട്ട് പോളൻ ഗ്രെയിൻ വാൾസ്? പോളൻ ഗ്രെയിൻ വാൾ നമ്മൾ 2 ലെയറായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഔട്ടർ എക്സൈന്, ഇന്നർ ഇൻറ്റൈന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. എക്സൈൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹാർഡ് ലെയർ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ ഒരു പെർട്ടിക്കുലർ പേരുണ്ടല്ലോ അല്ലേ. എന്തായിരുന്നു അത്? സ്പോറോപോളൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പോറോപോളനിൻ. അപ്പോൾ ഇതിൻ്റെ ബയോളജിക്കൽ യൂസ്ഫുൾ എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്പോറോപോളനിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹൈലി റെസിസ്റ്റൻറ്റ് മെറ്റീരിയലാണ്. പ്രസൻറ്റ് മെയിൻലി ഇൻ ദ എക്സൈൻ ഓഫ് ദ പോളൻ വാൾ അല്ലേ.
അപ്പോൾ അതിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ പ്രൊട്ടക്ട്സ് പോളൻ ഗ്രെയിൻസ് ഫ്രോം ഡീഗ്രഡേഷൻ, ഹീറ്റ്, കെമിക്കൽസ് ആൻഡ് എൻവയോൺമെൻറ്റൽ സ്ട്രെസ്. അല്ലേ, ഹീറ്റ് എന്ന്, കെമിക്കൽസ് എന്ന്, എൻവയോൺമെൻറ്റൽ സ്ട്രെസ് എന്ന്, അതുപോലെ ഡീഗ്രഡേഷൻ എന്നൊക്കെ പോളൻ ഗ്രെയിൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി? സ്പോറോപോളനിൻ്റെ ജോലി. ആൻഡ് ഹെൽപ്പിംഗ് ദം സർവൈവ് ആൻഡ് റിമെയിൻ വയബിൾ. സർവൈവ് ചെയ്യാനും അതുവഴി വയബിൾ ആയിട്ട് റിമെയിൻ ചെയ്യാനും ആര് സഹായിക്കുന്നു? സ്പോറോപോളനി. ലോങ് ഇയേഴ്സ് സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഈ സ്പോറോപോളനിൻ്റെ ഒരു പ്രസൻസ് കാരണമാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്? ഇൻസെക്റ്റ് പോളിനേഷനാണ്. ഇൻസെക്റ്റ് പോളിനേഷൻ, വിൻഡ് പോളിനേഷൻ, മാത്രമല്ല വാട്ടർ പോളിനേഷനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ക്യാരക്ടേഴ്സ് ജസ്റ്റ് നോക്കി വെക്കണം. വാട്ടർ പോളിനേഷനൊക്കെ ആണെങ്കിൽ വാലിസ്നേറിയ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി വയ്ക്കുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കി വയ്ക്കാം. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇൻസെക്റ്റ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ഇൻസെക്റ്റിനെ അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫ്ലവേഴ്സ് എത്തരത്തിലുള്ളതായിരിക്കും എന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ വിൻഡ് ആണ് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലവേഴ്സ് എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉള്ളതായിരിക്കും. ഇപ്പോൾ ഇൻസെക്റ്റ് പോളിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഫ്ലവേഴ്സ് ബ്രൈറ്റ്ലി കളേർഡ് ആയിരിക്കും, ഫ്രാഗ്രൻസ് ഉണ്ടായിരിക്കും, നെക്റ്റാർ ഉണ്ടായിരിക്കും അല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പോളൻ ഗ്രെയിൻസ് ജനറലി സ്റ്റിക്കി ആയിരിക്കും, സ്പൈനി ആയിരിക്കും, പിന്നെ വളരെ സ്മോളർ ക്വാണ്ടിറ്റീസിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്റ്റിക്കി ആയിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇൻസെക്റ്റ് പോളിനേഷനിൽ വരിക. ഇപ്പോൾ വിൻഡ് പോളിനേഷൻ്റെ ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ കാറ്റാണ് കൊണ്ടുവരുന്നത്. കാറ്റ് കൊണ്ടുപോകുക പോളൻ ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ അതിന് സൗന്ദര്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഫ്രാഗ്രൻസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ അത് കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾ ആലോചിക്കുക, കാണാതെ പഠിക്കാതെ ഒന്ന് ആലോചിച്ചിട്ട് എഴുതുക. അപ്പോൾ ഫ്ലവേഴ്സ് എങ്ങനെയായിരിക്കും? വിൻഡ് കൊണ്ടുപോകണമെങ്കിൽ സ്മോൾ ആയിരിക്കും അല്ലേ, പിന്നെ ഫ്രാഗ്രൻസ് ഉണ്ടായിരിക്കില്ല, നെക്ടറിൻ്റെ ആവശ്യമില്ല, പിന്നെ ലാർജ് ക്വാണ്ടിറ്റീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും, ലൈറ്റ് വെയിറ്റ് ആയിരിക്കാം, ഡ്രൈ പോളൻ ആയിരിക്കാം. പിന്നെ ആന്തേഴ്സ് എന്ന് പറയുന്നത് ഓഫൺ എക്സ്പോസ്ഡ് ആയിരിക്കും. പിന്നെ സ്റ്റിഗ്മ എങ്ങനെയുള്ളതായിരിക്കും? വളരെ ലാർജ് ആയിരിക്കും, ഫെദറി ആയിരിക്കും അല്ലേ, പോളൻ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് വീണ്ടും ബയോടെക്നോളജിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മൈക്രോ ഇഞ്ചക്ഷൻ ബയോളിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? അതൊരു മെത്തേഡാണ്. ദാറ്റ് മീൻസ് ഇൻട്രൊഡ്യൂസിങ് ഫോറിൻ DNA ഡയറക്ട്ലി ഇൻ ടു എ സെൽ. ഒരു സെല്ലേക്ക് ഡയറക്ട്ലി ഫോറിൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു ഫൈൻ ഗ്ലാസ് മൈക്രോ പെപ്പറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബയോളിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ജീൻ ഗണ്ണാണ്. അതായത് ബയോളിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് DNA ടു സെൽസ് ബൈ ബംബാർഡിങ് ദം വിത്ത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് കോട്ടഡ് വിത്ത് DNA. അല്ലെ, DNA കോട്ട് ചെയ്തിട്ടുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ആയിട്ട് ബംബാർഡ് ചെയ്തുകൊണ്ട് DNA ഇൻട്രൊഡ്യൂസ് ചെയ്യുക സെൽസിലേക്ക്. അതാണ് ബയോളിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി കോമ്പിറ്റൻറ്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീകോമ്പിനൻറ്റ് DNAയെ ആക്സെപ്റ്റ് ചെയ്യാനും ടേക്കിംഗ് അപ്പ് ചെയ്യാനും ക്യാപ്പബിൾ ആയിട്ടുള്ള ഹോസ്റ്റ് സെല്ലിനെയാണ് എന്ത് പറയുന്നത്? കോമ്പിറ്റൻറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഡെഫിനിഷൻ ഒന്ന് നോക്കി വയ്ക്കാം. റിട്രോ വൈറസുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വൈറസസ് കണ്ടെയ്നിങ് RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള വൈറസുകളെയാണ് റിട്രോ വൈറസ് എന്ന് പറയുന്നത്. അവർ ഉപയോഗിക്കുന്ന എൻസൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ആണ്. എന്തിന്? DNA ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് RNAയിൽ നിന്ന്. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള റിട്രോ വൈറസുകൾ വെക്ടേഴ്സായിട്ട് ഉപയോഗിക്കുന്ന ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ വരുന്നത് റെക്കഗ്നിഷൻ സീക്വൻസസ് ആണ്. റെക്കഗ്നിഷൻ സീക്വൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി പാലിൻഡ്രോമിക് സീക്വൻസസ് ആണ് ഈ റെക്കഗ്നിഷൻ സീക്വൻസസ് എന്ന് പറയുന്നത്. അതായത് സ്പെസിഫിക് DNA സീക്വൻസസ് റെക്കഗ്നൈസ് ചെയ്യുന്നു, പിന്നീട് റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ചെയ്യുക, അങ്ങനെയുള്ള സീക്വൻസുകളാണ് റെക്കഗ്നിഷൻ സീക്വൻസസ്. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം PBR322 ആണ്. ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടർ ആണ് അല്ലേ. ഇത് കോമൺലി യൂസ്ഡ് പ്ലാസ്മിഡ് ക്ലോണിംഗ് വെക്ടർ ഇൻ ഇക്കോളൈ, എസ്ക്രീഷ്യ കൊളൈയിൽ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു പ്ലാസ്മിഡ് ക്ലോണിംഗ് വെക്ടറാണ് PBR322 എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട 2-3 പോയിന്റുകൾ: AMPR, TET, RORI എന്ന് പറയുന്നത് ആംബിസിൻ റെസിസ്റ്റൻസ് ജീന്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ഫോർ ഇൻസേർഷൻ ഓഫ് ഫോറിൻ DNA, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഓർത്ത് വയ്ക്കുക. ഇനി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇത് സെലക്റ്റബിൾ മാർക്കേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അതുപോലെ ഐഡൻറ്റിഫൈ ചെയ്യാനും സെലക്ട് ചെയ്യാനും, ബാക്ടീരിയൽ സെൽസിനെ സെലക്ട് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. എങ്ങനെയുള്ള ബാക്ടീരിയൽ സെൽസിനെ? ദാറ്റ് ഹാവ് സക്സസ്ഫുള്ളി ടേക്കൺ അപ്പ് ദ റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡിനെ സക്സസ്ഫുള്ളി ടേക്കപ്പ് ചെയ്യുന്ന ബാക്ടീരിയൽ സെൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉള്ളതാണ്, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനുള്ളതാണ് ഈ സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോറിൻ DNA നമ്മളൊരു ജീനിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ജീനിനെ ഇനാക്ടിവേറ്റ് ആവും അല്ലേ, അല്ലെങ്കിൽ ഡിസ്ട്രപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ദിസ് അലോസ് റീകോമ്പിനൻറ്റ് സെൽസ് ടു ബി ഡിസ്റ്റിങ്ക്വിഷ് ഫ്രം നോൺ റീകോമ്പിനൻറ്റ് സെൽസ്. അപ്പോൾ ഇത് നോൺ റീകോമ്പിനൻറ്റ് സെൽസിൽ നിന്ന് നമുക്ക് വേർതിരിച്ചറിയാനായിട്ട് പറ്റും. ഇതാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് യങ് ആന്തറിൻ്റെ ഡയഗ്രമാണ്. ഡയഗ്രാം കൃത്യമായിട്ട് പഠിക്കണം, ലേബൽ ചെയ്യാൻ പഠിക്കണം. ആന്തർ എന്ന് പറയുന്നത് നമുക്കറിയാം ബയോലോബിക് സ്ട്രക്ചറാണ്, ഡൈത്തീക്കസ് ആണ്, 4 പോളൻ സാക്സ് ഉണ്ട് അല്ലേ, മൈക്രോസ്പൊറാഞ്ച, അതായത് 2 ഓരോ ലോബിലായിട്ട്. പിന്നെ ഓരോ പോളൻ സാക്കിനും ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ് ഉണ്ട്. അത്രയും കാര്യങ്ങൾ ലേബൽ ചെയ്യാൻ പ്രത്യേകിച്ച് പഠിക്കണം.
പിന്നെ വരുന്നത് അപ്പോമിക്സിസ് ആണ്. അപ്പോമിക്സിസ് എന്ന് പറയുന്നത് ഇറ്റ് മിമിക്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അസെക്ഷൽ സീഡ് ഫോർമേഷൻ വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അപ്പോമിക്സിസ് എന്താണെന്ന് പറഞ്ഞിരുന്നു. ഇനി ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഫാമേഴ്സിനെ സംബന്ധിച്ചിട്ടാണ്. ഈ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള പോയിന്റ് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇഫ് ഡിസൈറബിൾ ഹൈബ്രിഡ് പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പോമിക്റ്റിക്, their hybrid characters do not segregate in the progeny. Therefore, desirable characters can be maintained over generations without repeated hybridization. മനസ്സിലാവുണ്ടോ? ഹൈബ്രിഡൈസേഷൻ റിപ്പീറ്റ് ചെയ്യാതെ നമുക്ക് എല്ലാ ജനറേഷൻസിലും ഈ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള അപ്പോമിക്റ്റിക് ഹൈബ്രിഡ്സ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫാമേഴ്സിൻ്റെ കേസിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെൻറ്റൻസ് അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. ഓക്കെ. പിന്നെ വരുന്നത് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ജെൽ ഇലക്ട്രോഫോറസിസ് എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അവിടെ ഉപയോഗിക്കുന്ന സ്റ്റെയിനിങ് ഏജൻറ്റ് ഏതീഡിയം ബ്രോമൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, വൈ DNA ഫ്രാഗ്മെൻറ്റ്സ് ആർ നോട്ട് വിസിബിൾ ബിഫോർ സ്റ്റെയിനിങ്. മനസ്സിലായോ? കാരണം എന്താണ്? ബിക്കോസ് സ്റ്റെയിനിങ് അലോസ് ദർ വിഷ്വലൈസേഷൻ അണ്ടർ UV ലൈറ്റ്. UV ലൈറ്റിൻ്റെ കീഴിൽ മാത്രമാണ് ആ സ്റ്റെയിനിങ് എന്ത് ചെയ്യുന്നുള്ളൂ? വിഷ്വലൈസേഷൻ അനുവദിക്കുന്നുള്ളൂ. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. വാട്ട് ഡിറ്റർമൈൻസ് റിലേറ്റീവ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഡിഫറെൻറ്റ് DNA ഫ്രാഗ്മെൻറ്റ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. DNA ഫ്രാഗ്മെൻറ്റ്സിൻ്റെ ട്രാവലിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ വളരെ ദൂരത്ത് ട്രാവൽ ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. വളരെ ഫാസ്റ്റായിട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം കൂടി ഓർത്തിക്കണം. നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. പിന്നെ പഠിക്കേണ്ടത് മൈക്രോസ്പോറോജെനസിസ് ആണ്. മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്നും ഉണ്ടാവുന്ന മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടാവുന്നത് പഠിച്ചു വയ്ക്കണം. പിന്നെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനാണ്. അതിൻ്റെ സ്റ്റെപ്പുകൾ, ഇമാസ്കുലേഷൻ, ബാഗിങ്, റീബാഗിങ്, അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഇമാസ്കുലേഷനാണ് കേട്ടോ, ഒന്ന് നോക്കി വയ്ക്കണം. പിന്നെ വരുന്നത് PCR ആണ്. PCR ഫുൾ ഫോം പഠിക്കണം. ആ ഒരു 3 സ്റ്റെപ്പുകളുണ്ടല്ലോ, ഡീനാച്ചുറേഷൻ, പ്രൈമർ അനീലിംഗ്, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 പോയിന്റ്. അവിടെ ഉപയോഗിക്കുന്ന എൻസൈം, ഏത് ബാക്ടീരിയ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ പാലൻഡ്രോം സീക്വൻസ്, ചിലപ്പോൾ കുറച്ച് സീക്വൻസ് തന്നിട്ട് ഇതിലേതാണ് പാലൻഡ്രോം സീക്വൻസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ GATTC അത് അങ്ങോട്ട് ഓപ്പോസിറ്റായിട്ട് പാലൻഡ്രോം സീക്വൻസ് എന്താണെന്നും പഠിച്ചു വയ്ക്കുക. പിന്നെ ബയോ റിയാക്ടേഴ്സാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് മെയിനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്.